ഹലോ ഗായ്സ്. ഇന്ന് ഒരു ഒരു സ്ട്രാറ്റജി കൂടി ഷെയർ ചെയ്യണമെന്നുണ്ട്. ആക്ച്വലി ഞാൻ ഹൈക്കനാഷിയെ കുറിച്ചൊരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരു പ്രധാനപ്പെട്ട ഇൻഡിക്കേറ്ററിനെ കുറിച്ച് കൂടി പറയണം തോന്നി. അപ്പോൾ അത് രണ്ട് ഇൻഡിക്കേറ്റേഴ്സിൻ്റെ കോമ്പിനേഷനാണ്. അപ്പോൾ വളരെ നന്നായിട്ട് സ്വിംഗ് ട്രേഡിങ്ങിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്യുന്നത്. ആദ്യം വോള്യം ആഡ് ചെയ്യാം. പിവട്ട് എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിവട്ട് പോയിന്റ് സ്റ്റാൻഡേർഡ് എന്ന് വരും. ഇതാണ് നമ്മുടെ ആദ്യത്തെ വോള്യൂമിന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാലോ, ആദ്യത്തെ ഇൻഡിക്കേറ്ററാണ് പിവട്ട് പോയിന്റ് സ്റ്റാൻഡേർഡ്. അതാണ് ടൈപ്പ് ചെയ്യേണ്ടത് ഇൻഡിക്കേറ്റേഴ്സിൽ പോയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ ലൈൻസ് വരാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് ഇൻഡിക്കേറ്റേഴ്സ് പോവുക, MACD എന്ന് ടൈപ്പ് ചെയ്യുക. മൂവിങ് ആവറേജ്, കൺവെർജൻസ്, ഡൈവർജൻസ് അതിൻ്റെ താഴെ വരും. അതാണ് ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ട്രേഡിംഗ് വ്യൂ ഫ്രീ വേർഷൻ ആണെങ്കിലും അതിലൊരു 3 ഇൻഡിക്കേറ്റർ വരെയൊക്കെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വോള്യം, പിന്നെ പിവട്ട് പോയിന്റ് സ്റ്റാൻഡേർഡ്, MACD, മൂവിങ് ആവറേജ്, കൺവെർജൻസ്, ഡൈവർജൻസ്. അപ്പോൾ ഇതാണ് MACD. താഴെ കാണുന്നത് ഇതാണ് പിവട്ട് പോയിന്റ്സ്. ഈ കാണുന്നത് വോള്യം. ഓക്കെ, അപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിലാണിത്. അപ്പോൾ പിവട്ട് പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹൊറിസോണ്ടലായിട്ട്, അതായത് ട്രെൻഡ് ലൈൻസ് നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഒരു ഏരിയയിൽ പ്രധാനപ്പെട്ട പ്രൈസ് റെസ്പെക്ട് ചെയ്യുന്ന ലെവൽസ് ഒക്കെ ഓൾറെഡി ഇതിൽ പ്ലോട്ട് ചെയ്ത് വരും നിങ്ങൾ ഈ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പിന്നെ R1 റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് 1 2228 രൂപ 55 പൈസയിൽ ഒരു റെസിസ്റ്റൻസ് പോയിന്റ്, സ്ട്രോങ് റെസിസ്റ്റൻസ് പോയിന്റ്. പിന്നെ ഈ ഒരു ഏരിയ ഇവിടെ ഓൾറെഡി ഒരു ലൈന് പ്ലോട്ട് ആയിരുന്നു. അവിടെ പ്രൈസ് എങ്ങനെ ബിഹേവ് ചെയ്ത് കണ്ടില്ലേ? ഒന്ന് ബ്രേക്ക്ഔട്ട് ചെയ്തു, ബ്രേക്ക്ഔട്ട് അത് ഫേക്ക് ഔട്ടായി, പിന്നെ ആ സൈഡിൽ തന്നെ കൺസോൾഡേറ്റ് ചെയ്തു, പിന്നെ ഒരു സ്ട്രോങ് ബിയറിഷ് ക്യാൻഡിൽ ഉണ്ടാക്കി താഴോട്ട് പോയി. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാം ഈ ലെവൽസിനെ പ്രൈസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ഇത് മാത്രമല്ല, ഒന്നും കൂടി അഷ്വറൻസ് കൂട്ടാൻ വേണ്ടി, നമ്മുടെ എടുക്കുന്ന ട്രേഡിൻ്റെ ആക്യുറസി കൂട്ടാൻ വേണ്ടിയാണ് ഈ MACD എന്ന് പറയുന്ന സാധനം കൂടി നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രേക്ക്ഔട്ട് തന്നെയാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ബ്രേക്ക്ഔട്ട് ഫെയിലിയർ ആവില്ല എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ സാധിക്കും ഈ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് വെച്ചിട്ട്. നമുക്ക് ലെവൽസ് കൃത്യമായി അറിയും, പിന്നെ MACD കൊണ്ട് നമുക്ക് കൺഫർമേഷൻ കിട്ടും. അപ്പോൾ വോള്യം MACDയിൽ ഒരു വോള്യം കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു കുറച്ചും കൂടി ഐഡിയ തരും. അപ്പോൾ നമ്മൾ കുറച്ച് പുറകിൽ നിന്ന് ഈ സ്റ്റോക്ക് നിന്ന് നോക്കുകയാണ്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയുകയാണ്. ഇത് മുത്തൂറ്റ് ഫൈനാൻസിന്റെ സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഏരിയയിലൊക്കെ ഏതാണ്ട് സൈഡ് വേസ് മൂവ്മെന്റ് ആണ്, ചെറിയ ക്യാൻഡിൽസ് ഫോം ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ MACDയുടെ അവസ്ഥ കണ്ടില്ലേ, ചെറിയ ഒരു ഇതിലും വോള്യം ഒന്നുമില്ല. അതായത് ഈ നടുവിലുള്ള ഈ ബാർസ് വലിയ വലിപ്പമില്ലാതെയാണ്. അപ്പോൾ ഇതൊക്കെ എന്താ പറയുക, ഡ്രൈ ഏരിയ ആണ്. അതായത് ആ പ്രൈസിൽ വലിയ മൂവ്മെന്റ് ഒന്നും വരുന്നില്ല, ജസ്റ്റ് ഒരു സൈഡ് വേസ് മൂവ്മെന്റ് ഉണ്ടാവുന്ന ക്യാൻഡിൽസ് ഒക്കെ ബേബി ക്യാൻഡിൽസ് ആണ്. അപ്പോൾ പ്രൈസിൽ വലിയ മൂവ്മെന്റ് ഒന്നും വരുന്നില്ല എന്നുള്ളത് നമുക്ക് MACD കണ്ടാൽ തന്നെ മനസ്സിലാവും. കണ്ടില്ലേ? അപ്പോൾ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക, അത്യാവശ്യം നല്ലൊരു മൂവ് ഇവിടെ വരാൻ വേണ്ടിയിട്ട്, ഈ ബാൾസിന് വലിപ്പം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് മുതലൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, ബാൾസിലൊരു ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്വിംഗ് ട്രേഡിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടുന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഏരിയ, അതായത് ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്ന 1795 എന്നുള്ള ഏരിയയിൽ വന്നിട്ട് ഒരു പിൻബാർ ഉണ്ടാക്കി ബിയറിഷ്. എന്നിട്ട് അപ്പോൾ ഇവിടുന്ന് ഒരു റിജക്ഷൻ വന്നിട്ടുണ്ട്, മനസ്സിലായി. എന്നിട്ട് അവിടുന്ന് വീണ്ടും മുകളിലേക്ക് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ഇവിടുന്ന് എന്തായാലും ബുള്ളിഷ് മൊമെന്റം വന്നിട്ടുണ്ട് സ്റ്റോക്കിൽ. അപ്പോൾ ഏതുവരെയാണ് ഇത് ഉണ്ടാവുക എന്ന് ആലോചിക്കേണ്ട കാര്യമില്ല, നമ്മൾ പ്ലോട്ട് ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇവിടെ ഓൾറെഡി പ്ലോട്ടറാണ്, ഇവിടെ വരെയാണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളൊരു ലെവൽ എന്ന് പറഞ്ഞാൽ 2019 രൂപ 75 പൈസ. അപ്പോൾ ടാർഗറ്റ് രണ്ടെണ്ണം നമുക്ക് വെക്കാം. ഫസ്റ്റ് ടാർഗറ്റ് ഈ പ്രൈസ് റേഞ്ച് 1928 രൂപ 45 പൈസ. രണ്ടാമത്തെ ടാർഗറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ 2016.
സ്റ്റോപ്പ് ലോസ് ഏതാണെന്ന് ആലോചിച്ച് കൺഫ്യൂസ് ആവേണ്ട കാര്യമില്ല. കാരണം ഇവിടെ അതും പ്ലോട്ടഡ് ആണ്, ഒരു മെയിൻ ഏരിയ ആണിത്. അപ്പോൾ സ്വാഭാവികമായും ഇത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രൈസ് നന്നായി ഫോൾ ചെയ്യും, ഇതുവരെയെങ്കിലും ഫോൾ ചെയ്യും എന്നുള്ളത് കൺഫേം ആണ്. അപ്പൊ ഈ ഏരിയയുടെ കുറച്ച് താഴെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചു. സ്റ്റോപ്പ് ലോസ് 4.17%, ടാർഗറ്റ് നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് 9.10%. അപ്പോൾ ഇതങ്ങോട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാർഗറ്റ് ഹിറ്റ് ആയോ എന്ന് നിങ്ങൾക്ക് നോക്കാൻ പറ്റും. കണ്ട ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്, അതായത് 2 ടാർഗറ്റിന് ഹിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഈ സാധനം യൂസ് ചെയ്യേണ്ടത്, ഈ ഒരു കോമ്പിനേഷൻ യൂസ് ചെയ്യേണ്ടത്. ശരിക്കും ഇത് ഇൻഡിക്കേറ്റർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇതൊരു എന്താ പറയുക, ലെവൽസ് എളുപ്പം മാർക്ക് ചെയ്യാനുള്ളൊരു ഉപാധിയാണ്. കാരണം അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്നിട്ട് ഓരോ ചാർട്ടിലും ഓരോ സ്റ്റോക്കിലും ഇരുന്ന് വരയ്ക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര ടീഡിയസ് ആയി പോകും. അപ്പോൾ ഇതൊരു എളുപ്പപ്പണിയാണ്. കാരണം ലെവൽസ് ഓൾറെഡി പ്ലോട്ട് ആയിട്ട് വരും, നിങ്ങൾ അതിനനുസരിച്ച് ട്രേഡ് ചെയ്താൽ മാത്രം മതി. പിന്നെ ആ ട്രേഡ് ഒന്നും കൂടി കൺഫർമേഷൻ കിട്ടാൻ വേണ്ടി MACD എന്ന ഇൻഡിക്കേറ്ററും കൂടി ആഡ് ചെയ്തു എന്ന് മാത്രം. MACD എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ട്രെൻഡ് എക്സോസ്റ്റ് ആവുന്നത്, അതായത് ഒരു ബുള്ളിഷ് ട്രെൻഡ് വീക്കായി ബിയറിഷ് ട്രെൻഡായി മാറുന്ന ഒരു പോയിന്റ് കൂടി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. താഴെ നോക്കി അറിയാം. ഇവിടെ ഒരു ബുള്ളിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്തു, പിന്നെ ഇൻക്രീസ് ചെയ്തു, പിന്നെ ഈ ബാൾസിന് നിറം കുറഞ്ഞു, വലിപ്പം കുറഞ്ഞു വരുന്നു. പിന്നെ ഇവിടുന്ന് ഒരു വീക്ക്നെസ് വന്നു. പിന്നെ ഇവിടെ ഒരു ന്യൂട്രൽ സ്റ്റാൻസ് ആണ്. പിന്നെ ഇവിടുന്ന് ഒരു സ്ട്രോങ് ബിയറിഷ് ട്രെൻഡ് തുടങ്ങി. അതേമാതിരി തന്നെ സംഭവിച്ചിട്ടുണ്ടോ, ഈ ഒരു റീജിയൻ പിവട്ട് പ്ലോട്ട് ചെയ്ത ഏരിയയാണ് 2003 രൂപ 90 പൈസ. അപ്പോൾ ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്തതും MACDയിലും അതിന്റെ ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയ ഒരു ബിയറിഷ് മൊമെന്റം ഇവിടുന്ന് വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ സംഭവിച്ചു ഉണ്ടല്ലേ, ഇതുവരെ ഫോൾ ചെയ്തു. പിന്നെ ആ ബിയറിഷ് മൊമെന്റം ചേഞ്ച് ആവുന്ന പോയിന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നല്ല ഫോൾ വരികയാണ് MACD, അതേമാതിരി നല്ല കളറുള്ള നല്ല വലിപ്പമുള്ള ബാൾസ് ആണ്. പിന്നെ ഇവിടുന്ന് മുതൽ ചേഞ്ച് വരുന്നുണ്ട്, കളറ് കുറഞ്ഞു, വലിപ്പം കുറഞ്ഞു, വളരെ വീക്കായി. ഈ വോള്യത്തിൽ കാണുന്നുണ്ട് ഈ ക്യാൻഡിൽ നല്ല വോള്യം ഉണ്ടെന്ന്. അപ്പോൾ ഇവിടുന്ന് നേരെ ഒരു ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടാണ് ഈ സാധനം ഈ പിവട്ടിനെ മേലേക്ക് ബ്രേക്ക് ചെയ്തത് 1882 രൂപ 70 പൈസയിൽ. അപ്പൊ ഇവിടുന്ന് നല്ലൊരു ബുള്ളിഷ് മൊമെന്റം വന്നു ആ സ്റ്റോക്കിൽ, എന്തോന്ന് സംഭവിച്ചു. ചിലപ്പോൾ ഓവറോൾ മാർക്കറ്റ് ബുള്ളിഷ് ആയതായിരിക്കാം, അല്ലെങ്കിൽ ആ സ്റ്റോക്കിൽ സ്പെസിഫിക് ആയ എന്തെങ്കിലും ന്യൂസ് വന്നായിരിക്കാം. അപ്പൊ അതുകൊണ്ട് അത് ബുള്ളിഷ് ആയിരിക്കുന്നു. എന്നിട്ട് പിന്നെ അവിടുന്ന് നോക്കുക വെച്ചാൽ ഓവറോൾ അവിടുന്ന് നല്ലൊരു സ്വിംഗ് ട്രേഡിനുള്ള എല്ലാ സാധ്യതകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടുന്ന് അങ്ങോട്ട് ഒരു ഫസ്റ്റ് ലെവൽ ഇതാണ്, ഈ പിവട്ട് ലൈന് വരച്ചിരിക്കുന്ന 1933 രൂപ. പിന്നെ സെക്കൻഡ് ടാർഗറ്റ് 2000. അപ്പോൾ സെക്കൻഡ് ടാർഗറ്റ് വരെ എന്തായാലും പോയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട്. അപ്പോൾ SL അറിയണ 3.35% ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ. അപ്പൊ എങ്ങനെ പോയാലും 1:2 ഈ 2 ട്രേഡ്സിലും ബുക്ക് ചെയ്യാൻ സാധിക്കും, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രാറ്റജി ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. നിങ്ങൾക്ക് ഈ ഇൻഫർമേഷൻ കൊണ്ട് വല്ല ഉപകാരം ഉണ്ടായെങ്കിൽ ഉപകാരം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ആൾക്കാരുടെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.